ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അലീന രോഹിത്തിനോട് പറയുകയാണ്, എൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാഞ്ഞിട്ടല്ലേ എന്ന്. അപ്പോൾ രോഹിത് ചോദിക്കുന്നു, ആർക്കാണ് നിൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാത്തത്, നിനക്കോ എനിക്കോ എന്ന്. അപ്പോൾ അലീന മറുപടി പറയുന്നുണ്ട്, ആർക്കും അറിയില്ല എന്ന്. അപ്പോൾ രോഹിത് അത് കേട്ട് അങ്ങോട്ട് മാറി നെല്ലടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറുന്നു. എന്നിട്ട് രോഹിത് ദേഷ്യപ്പെട്ടുകൊണ്ട് അലീനയോട് ചോദിക്കുന്നു, നീ എന്തിനാടി എപ്പോഴും ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിടുന്നത്, നിനക്ക് എന്താ പേടിയാണോ എന്ന്. അപ്പോൾ അലീന മറുപടി പറയുന്നുണ്ട്, മേഡവും സാറും പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. അപ്പോൾ രോഹിത് തിരിച്ച് ദേഷ്യത്തിൽ പറയുവാണ്, നിന്റെ മേഡവും കൊള്ളാം സാറും കൊള്ളാം. അപ്പോൾ രോഹിത് ചോദിക്കുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മേലാൽ എൻ്റെ മുൻപിൽ വരരുതെന്ന്. അപ്പോൾ അലീന പറയുന്നു, ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന്. അപ്പോൾ കാര്യം കഴിഞ്ഞല്ലോ, എങ്കിലും സ്ഥലം വിടെന്ന് പറഞ്ഞ് അലീനെ രോഹിത് പറഞ്ഞു വിടുന്നു. അലീന അകത്തേക്ക് എന്തൊക്കെയോ ആലോചിച്ച് കയറിപ്പോകുന്നു. രോഹിത്തിൻ്റെ ഗേൾഫ്രണ്ടും കൂടി അവൾ കയറിപ്പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് രോഹിത് ഗേൾഫ്രണ്ടിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹെൽമെറ്റ് വാങ്ങി വെക്കുന്നു. ആ കുട്ടി രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇതാണ് ഇവിടുത്തെ സർവൻറ്റ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടാൽ ഇവിടുത്തെ ഫാമിലി മെമ്പർ ആണെന്നേ തോന്നുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ രോഹിത് മറുപടി പറയുന്നത്, ഇതാണോ സൗന്ദര്യം? അലീനെ കൊച്ചാക്കി പറയുവാണ് കേട്ടോ, നിന്റെ മുൻപിൽ ഇതൊക്കെ വട്ടപൂജയാണെന്ന്. രോഹിത് അവൻ്റെ ഗേൾഫ്രണ്ടിന് വീട്ടിൽ ഓരോ മുറിയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് വീട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആ കുട്ടി പറയുന്നു, കൊള്ളാം, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന്. അടുത്ത സീനിൽ രോഹിത് ആ കുട്ടീനെ രോഹിത്തിൻ്റെ മുറി കാണിക്കാൻ വേണ്ടി മേളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും വീടാണ്. രേവതിക്കുട്ടി അവരുടെ മകൻ്റെ മുറി വൃത്തിയാക്കാൻ വേണ്ടി കയറുവാണ്. മുറിയെല്ലാം നല്ല പൊടി പിടിച്ച് കിടക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രോഹിത്തിൻ്റെ മുറിയാണ്. അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. രോഹിത് ആ കുട്ടിയുടെ ഫേസിലൊക്കെ തൊടുന്നുണ്ട്. അലീന താഴെ മേളിലെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് നോക്കി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അലീന പടി കയറി മുകളിലേക്ക് വരാൻ പോകുന്നുണ്ട്. എന്നിട്ട് വേണ്ട എന്ന് കരുതി തിരികെ പോകുന്നു. അടുത്ത സീനിൽ രേവതിക്കുട്ടി ആ മുറിയിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഗ്രേസമ്മയുടെ മകൻ്റെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിൽ നോക്കി എന്തൊക്കെയോ പറയുന്നു. എന്തിനാ നേരത്തെ പോയതെന്നും പാവം പപ്പയെയും അമ്മയും കരയിപ്പിച്ചിട്ട് കഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി ആ മുറി വൃത്തിയാക്കി ആ ഫോട്ടോ എല്ലാം വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുൻപിൽ മെഴുകുതിരിയും ചന്ദനത്തിരിയും എല്ലാം കത്തിച്ച് വെക്കുന്നു. രേവതിക്കുട്ടി ആ ഫോട്ടോയിൽ നോക്കി പറയുവാണ്, സാരമില്ല, ഇപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഞാനുണ്ടെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് രോഹിത്തിൻ്റെ മുറിയാണ്. രോഹിത്തും ആ കുട്ടിയും തമ്മിലുള്ള കുറച്ച് ക്ലോസ് സീൻസാണ്. ഇതേ സമയം അടുത്തത് ഗ്രേസ് അമ്മയുടെ വീടും കാണിക്കുന്നു. രേവതിക്കുട്ടി ആ മുറിയിലെ പെട്ടിക്കകത്തു നിന്നൊരു ഫോൺ എടുക്കുന്നു. എന്നിട്ട് ആ ഫോൺ ചാർജ് ചെയ്യാനിടുന്നു. പെട്ടിക്കകത്തു നിന്നൊരു ഫോട്ടോ ആൽബം കൂടി രേവതിക്കുട്ടിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. രോഹിത് ആ കുട്ടിയും തമ്മിൽ കിസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആരോ കഥകൾ തട്ടുന്നു. അവർ പെട്ടെന്ന് തന്നെ പേടിക്കുന്നു. രോഹിത് കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് കഥക് തുറക്കുന്നു. രോഹിത്തിൻ്റെ ലവറാണെങ്കിൽ ആ മുറിയിൽ ഒളിച്ചു നിൽക്കുകയാണ്. കഥക് തുറക്കുമ്പോൾ അലീനയാണ്. അലീന മുറിക്കകത്തേക്കൊക്കെ നോക്കുന്നു. അപ്പോൾ രോഹിത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗസ്റ്റിന് ചായയോ കോഫിയോ വേണമോ എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് അലീന പറയുമ്പോൾ രോഹിത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കെന്ന്. അമ്മയ്ക്കുള്ളത് രാവിലെ കൊടുത്തുവെന്ന് അലീന പറയുന്നു. അപ്പോൾ രോഹിത് പറയുന്നു, എൻ്റെ മുൻപിൽ വരരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പോൾ സീനിലേക്ക് രോഹിത്തിൻ്റെ ഗേൾഫ്രണ്ട് കടന്നു വരുന്നു. രോഹിത്തിൻ്റെ ഗേൾഫ്രണ്ടും അലീനയെ നോക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ രോഹിത്തിനോട് അലീന പറയുവാണ്, രോഹിത്തെ, ഇത് മര്യാദകേടല്ലേ, വീട്ടിൽ വേണ്ടപ്പെട്ടവർ ആരുമില്ലാത്ത സമയത്ത് ക്ലാസ് കട്ട് ചെയ്ത ഒരു പെൺകുട്ടിയും കൊണ്ട് ഇങ്ങനെ വീട്ടിൽ വരുന്നു, അതും മുറിയിൽ കയറി കഥകടച്ചിരിക്കുന്നതൊക്കെ മോശമല്ലേ എന്ന് ചോദിക്കുന്നു. അത് ചോദിക്കാൻ നീ ആരാടി എന്ന് രോഹിത് തിരികെ അലീനയോട് ചോദിക്കുന്നു. അപ്പോൾ അലീന പറയുന്നു, മോൻ്റെ അച്ഛനും അമ്മയും എന്നെ ഈ വീട് ഏൽപ്പിച്ചിട്ടാണ് പോയത്, ഇവിടെ ആര് വന്നാലും ചോദിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്നൊക്കെ അലീന കൊച്ചിനോട് ചോദിക്കുന്നു. നിനക്ക് വീട്ടിൽ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലേന്ന്. അത് കേട്ട് രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്. പോടി പട്ടി എന്ന് പറഞ്ഞ് രോഹിത് ഡോർ ക്ലോസ് ചെയ്യുന്നു. അലീന പിന്നെയും ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ടെൻഷൻ അടിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് രോഹിത്തും ഗേൾഫ്രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഗേൾഫ്രണ്ട് രോഹിത്തിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വരണ്ട എന്നൊക്കെ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഈ സെർവൻ്റ് ആരാ എന്നോട് ദേഷ്യപ്പെടാൻ, എന്നെ ഭരിക്കാൻ എന്നൊക്കെ രോഹിത് ഗേൾഫ്രണ്ടിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ മുറിയാണ്. അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് പരിഭ്രമിച്ചുകൊണ്ട് ഓടി വരുവാണ്. മുത്തശ്ശിക്ക് എന്തോ സംശയം തോന്നിയിട്ട് അലീന എന്ന് വിളിക്കുന്നു. എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്നു. എന്നിട്ട് നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് അലീനെ അവിടെ പിടിച്ചിരുത്തുന്നു. അപ്പോൾ അലീന പേടിച്ചിങ്ങനെ മുകളിലേക്ക് നോക്കുവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് അലീന പറയുന്നു, രോഹിത്തിൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടി ഉണ്ട്. ഇത് കേട്ട് മുത്തശ്ശി ഞെട്ടുന്നു. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മുടി വളർത്തിയ ആൺപിള്ളേരാരെങ്കിലും ആയിരിക്കുമെന്ന്. അപ്പോൾ അലീനെ ഉറപ്പിച്ച് പറയുന്നു, അല്ല, ഞാൻ പോയി കണ്ടു, സംസാരിച്ചു, അവർ വാതിലടച്ചകത്തിരിക്കുക, രോഹിത് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ. അത് കേട്ട് മുത്തശ്ശി അയ്യോ എന്ന് വയ്ക്കുന്നു. എന്നിട്ട് അലീന പറയുന്നു, ഞാൻ ചെന്നപ്പോൾ രോഹിത്തിന് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു, അവൻ ക്ലാസ് കട്ട് ചെയ്ത് ഏതോ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന്. മുത്തശ്ശി ഇത് കേട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവന് ചെയ്യാൻ കൊള്ളാവുന്നതാണോ ചെയ്യുന്നത്, ഹരിയുടെ കൂടെ കൂടി ഇവനിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ മുത്തശ്ശി അലീനയോട് ഇങ്ങനെ പറയുവാണ്.
അപ്പോൾ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, പക്ഷെ തെറ്റ് കാണുമ്പോൾ എന്ന് പറഞ്ഞ അലീന മുത്തശ്ശിയെ നോക്കുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അല്ല അങ്ങനെ പറയരുത്, നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിന്നെ വീടേൽപ്പിച്ച് ബാലേന്ദ്രനും വൈജയും പോയേക്കുവാണ്. ഞാൻ കിടപ്പുകാരിയല്ലേ, എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ചെറുക്കനല്ലേ, നമ്മളല്ലേ സൂക്ഷിക്കേണ്ടത്, വല്ലവരുടെയും കളിപ്പാട്ടമാണോ അവൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോള് ബാലചന്ദ്രനെ വിളിച്ച് കാര്യം പറയുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് സാറിൻ്റെ നമ്പർ അറിയില്ല എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുവാണ് കലണ്ടറിൽ നമ്പറുണ്ട്, സ്വർണ്ണക്കടയുടെയും ജൗളിക്കടയുടെയൊക്കെ കലണ്ടർ ഉണ്ട്, അതിൽ നോക്കി വിളിച്ചാൽ മതിയെന്ന്. അലീന ഉടനെ തന്നെ ബാഗിനകത്ത് നിന്ന് ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് റൂമിന് വെളിയിലേക്ക് എത്തുമ്പോൾ അലീന ഒന്ന് സംശയിച്ച് നിൽക്കുന്നു. എന്നിട്ട് കുറച്ച് നേരം ആലോചിച്ചിട്ട് മുത്തശ്ശിയോട് പറയുവാണ് അവസാനം ഇതെനിക്കൊരു പാരയാകുമോ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നു എൻ്റെ മോളെ നീ ബാലനെ വിളിച്ചു പറ, നീ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ നിനക്കൊരു മറുപടി ഉണ്ടോ എന്ന് തിരികെ മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നു. ബാലനും വൈജയും ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കുമോ എന്നും അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നു. നിന്റെ കൂടപ്പിറപ്പാണെങ്കിൽ നീ നോക്കി നിൽക്കുമോ എന്നുകൂടെ ചോദിക്കുമ്പോൾ അലീന ഒന്നുകൂടി ആലോചിച്ചിട്ട് കലണ്ടറിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടക്കുവാണ്. അപ്പം മുത്തശ്ശി എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അലീന കലണ്ടറിൽ നോക്കി നമ്പർ ഡയൽ ചെയ്യുന്നു. എന്നിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുവാണ്. അപ്പോൾ ഫോണിൽ റിങ് പോകുന്നുണ്ട്. അപ്പുറത്തെ വശത്ത് ആരും എടുക്കുന്നുണ്ട്. അലീന അപ്പോൾ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ സാറാണോ എന്ന്. അല്ല എന്ന് പറയുമ്പോഴേക്ക് സാറിനൊന്ന് കൊടുക്കാമോ, വീട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾ ഹോൾഡ് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ എപ്പിസോഡ് അപ്പോൾ തീരുവാണ് ചെയ്യുന്നത്.